വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കാതെ ഇത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ഔറത്ത് മറച്ചിട്ടുണ്ടാകണമെന്നില്ല, സ്വന്തം വീടാ, ആരുമില്ല. ചിലപ്പോൾ തലേ തുണി ഇടണമെന്നില്ല, ചിലപ്പോൾ മാക്സി ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് ആരുമില്ലാത്തത് കാരണം അവർ കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ, അതുകൊണ്ടാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കാതെ മാറി നിൽക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് എന്ത് ചെയ്യണം? വീടിന്റെ വാതിലിൽ മുട്ടിയിട്ട് വാതിലിന്റെ നേരെ തന്നെ നിൽക്കരുതൊന്ന് മാറി നിൽക്കണം. കാരണം പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കാം. ചിലപ്പോ ആ സമയത്ത് എല്ലാരും പണ്ടത്തെ പോലെ തലയൊക്കെ മറച്ചിട്ടായിരിക്കും. ഇല്ല, അതങ്ങനെ പടച്ചോനെ ജനലിൽ കൂടെ നോക്കാ ഒളിഞ്ഞ് ഇങ്ങനെ ബെല്ലടിച്ചിട്ട് നോക്ക, ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നോക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാത്രിയിൽ ഭരണാധികാരിയായിരിക്കും, ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോ ഗാനമേള കേൾക്കുന്നു, പാട്ട് കേൾക്കുന്ന ഒരു വീടിനകത്ത്. ഒരു കള്ളുകുടിയൻ വീടിനകത്ത് നിന്ന് പാട്ട് പാടുകയാ. ഉമർ തങ്ങൾ പടച്ചനെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്ക് കാരണം മതിലങ്ങിട്ട് ചാടി നേരെ പോയിട്ട് ഒളിഞ്ഞു നോക്കി. പടച്ചോനെ കള്ളു കുടിച്ചിട്ട് നിന്ന് പാട്ട് പാടുന്നു. ഉമർ തങ്ങൾ കതക ചവിട്ടി പൊളിച്ചകത്തേക്ക് കയറി. ഓനിങ്ങനെ വിറയ്ക്ക. ആരാ നിൽക്കണത്? ഉമർ തങ്ങൾ ഖലീഫയാ. കള്ളു കുടിച്ചിട്ട് ഇവൻ നിന്ന് വിറയ്ക്ക. പക്ഷെ അവന് ബോധമുണ്ട്. മനസ്സിലാക്കണ്ട, കള്ളുകുടിയനും ബോധമുണ്ടെന്നാ. ആ മനുഷ്യൻ ഉമർ തങ്ങളോട് പറഞ്ഞു, അല്ല ഖലീഫ, ഞാനൊരു തെറ്റ് ചെയ്തു, കള്ളു കുടിച്ചു, എന്റെ വീടിനകത്ത് വെച്ചു പാട്ട് പാടി, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ നിങ്ങളോ? ഞാൻ ഒരു തെറ്റ് ചെയ്തുള്ളൂ, കള്ളു കുടിച്ചു. ഞാൻ ആകെ ചെയ്ത തെറ്റെന്താ? ഞാൻ കള്ളു കുടിച്ചു. നിങ്ങളോ? എന്റെ വീടിന്റെ മതിരി ചാടി, ഒളിഞ്ഞു നോക്കി, അനുവാദമില്ലാതെ വീടിനകത്ത് കയറി. ഉമർ തങ്ങള് പടച്ചവനെ പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് വല്ലാതെ വേദനിച്ചു പോയി. കാരണം 3 തെറ്റ് ഞാൻ ചെയ്തല്ലോ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, വീടിന്റെ വാതിലിന് മുമ്പിൽ നിങ്ങൾ നിൽക്കരുത്, മാറി നിൽക്ക്. അത്രയും സൂക്ഷ്മത പുലർത്തണം ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയെങ്കിലും പഠിച്ചോ, ഓടിക്കേറി പോകാൻ പറ്റുന്ന സ്ഥലമല്ലാതെന്ന്. വീട്ടിലേക്ക് പോകുന്നവൻ പഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.